ഹായ്, നമുക്കിപ്പോൾ ഇന്നൊരു ഹെന്ന ഹാമ്പർ സെറ്റ് ചെയ്താലോ? ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹാമ്പർ ബോക്സാണ്. നട്ട്സൊക്കെ ഇടാനും യൂസ് ചെയ്യുന്നത്. ആ ഹാമ്പർ ബോക്സ് എടുത്തിട്ട് ഞാൻ ഈ ഗ്രീൻ കളർ വെൽവെറ്റിൽ കവർ ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ ഹാമ്പർ ബോക്സിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാർഡ്ബോർഡ് ബോക്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം, സ്ക്വയർ ടൈപ്പ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ എൻ്റെ ബ്രൈഡിൻ്റെ തീം അനുസരിച്ച് മറ്റേ ഹാമ്പർ വേണ്ടത് ഗ്രീൻ കളറായിരുന്നു. അതാണ് ഞാൻ ഗ്രീൻ കളർ വെൽവെറ്റ് എടുത്തത്. വെൽവെറ്റ് ആണ് മെറ്റീരിയലെങ്കിൽ നമുക്കൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വെൽവെറ്റ് എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് വേണം. ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ 2 എണ്ണം ഒരുമിച്ച് ഒട്ടിക്കണം. വീഡിയോ കാണുമ്പോൾ ഫെവി സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്, ഗമ്മ്. അപ്പോൾ ആ ഗമ്മ് യൂസ് ചെയ്ത് നിങ്ങൾ 2 പീസ് ഒറ്റ പീസാക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ 3 ഐസ്ക്രീം സ്റ്റിക്ക് ഒറ്റ ഇതാക്കി എടുക്കുകയും ചെയ്യണം അതിൻ്റെ വിഡ്ത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ശരിയാക്കി വെച്ച ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഈ സെയിം ക്ലോത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇത് ഞാനതൊന്ന് ചുറ്റിയിട്ട് ഈ ഗ്ലൂഗൺ വെച്ച് കവർ ചെയ്യാമായിരുന്നു. ദെൻ എക്സ്ട്രാ വന്ന പോർഷൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഗ്ലൂഗൺ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഫെവിസ്റ്റിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. അതും വരാണ്ട് ഗമ്മും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായില്ല. അതാണ്ട് ഞാൻ വെക്കുന്ന ഫെവിസ്റ്റിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെക്കുന്ന തന്നെ ഒട്ടുന്നുണ്ട്. വൈകും തന്നെ പരിപാടി തീരും. അങ്ങനെ 2 സൈഡും ഒട്ടിക്കുക. അതുപോലെ തന്നെ നമ്മൾ 3 സ്റ്റിക്ക് ഒരുമിച്ചാക്കിയില്ലേ, അത് അവസാനം ഈ 2 സൈഡ് വന്നതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോ ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗോൾഡൻ ഫ്ലവേഴ്സ് ഇങ്ങനെ ബഞ്ചായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഈ നമ്മൾ 3 എണ്ണം ചുറ്റി 3 സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചില്ലേ, അതിലൊന്ന് ചുറ്റി കൊടുക്കുക. അതിൻ്റെ ഒപ്പം ചെറിയ ഗ്രീൻ ലീവ്സും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് വാങ്ങാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു നൂൽക്കമ്പി പോലത്തെ സംഭവം ഉണ്ടാകും. അതാണോട്ട് നിങ്ങൾക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പണി വെക്കുന്ന കുറയാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഫ്ലവർ എടുത്ത് സ്റ്റിക്ക് ചെയ്ത് ഈ ഗ്ലൂഗണ്ണൊക്കെ ആണെങ്കിൽ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ നൂല് വരും, അതൊക്കെ ബോറാവാൻ ചാൻസ് ഉണ്ട്. വെൽവെറ്റിലാണെങ്കിൽ ഇതൊക്കെ ഒട്ടിപ്പിടിച്ചാൽ പോവുമില്ല. അതാണോണ്ട് എപ്പോഴും നിങ്ങൾ ഇതുപോലത്തെ ഇങ്ങനെ നൂൽക്കമ്പി അടിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് കെട്ടി വയ്ക്കാൻ സിമ്പിളാണ്. അങ്ങനത്തെ ഫ്ലവേഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അവസാനം എല്ലാം ലീവ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ലീവ്സും ഫ്ലവേഴ്സും ഒരുമിച്ച് വെക്കണേക്കാൾ നല്ലത് ആദ്യം ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് പിന്നെ ലീവ്സ് ഞാൻ ഗ്ലൂഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതാവുമ്പോൾ അധികം വൃത്തികേടില്ലാതെ നമുക്ക് നല്ല സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ലേസ് വെക്കണം. നമ്മുടെ ഈ ബേസ് ഇപ്പോൾ ഭയങ്കര പ്ലെയിനായിട്ട് ഇരിക്കുക. അപ്പോൾ അതിൽ ഞാൻ ഒരു ഗോൾഡൻ ലേസ് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ 2 to 3 ബഞ്ചസാണ് വേണ്ടി വന്നത്. ഒരു ബഞ്ച് ഫുൾ എടുത്തിട്ടില്ല, 2.5 ബഞ്ചസാണ് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ ഗോൾഡൻ ലേസ്, ഈ ഗോൾഡൻ ലേസ് മീറ്റർ ഞാൻ ഒരു 1/2 മീറ്ററൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതും പോരാണ്ട് അധികം റേറ്റ് ഒന്നുമില്ല ഇതിന്. പിന്നെ നമ്മൾ ഈ ഗോൾഡൻ ലേസും ഈ ഗ്ലൂഗൺ വെച്ച് തന്നെ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ 4 പോർഷനും കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വയ്ക്കേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്കിത് ഇഷ്ടമായിക്കാൻ എന്തായാലും കമൻറ്റിൽ പറയുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.